ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നഗരസഭ 2ാം ഡിവിഷനിലെ കുടിവെള്ള ക്ഷാമത്തിനും മലിനജലം വരവിനും പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭ 2ാം ഡിവിഷനിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നും മലിനജലം വരുന്നതിന് പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മയായ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മിനി മാർക്കറ്റിൽ നിന്ന് തുടങ്ങി കമ്മ്യൂണിറ്റി ഹാൾ റോഡ് വഴിയാണ് മാർച്ച് RDO ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ഇവിടെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. നമ്മുടെ കൈ എങ്ങനെ നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചോളം ഒരു ദിവസം പോലും സോപ്പിട്ട് കുളിക്കാതെ പുറത്തിറങ്ങില്ല. ശുചിത്വ കാര്യത്തിൽ ഇത്രയും മാന്യമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ ഭാഗമായി ഞങ്ങൾ കുളിച്ചുകൊണ്ടേ പുറത്തിറങ്ങാറുള്ളൂ. എങ്ങനെയാ കുളിക്കേണ്ടത്? നമുക്കറിയാം, മുമ്പ് കിണറുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു, അതുപോലെ സൗകര്യങ്ങളുണ്ടായിരുന്നു. അന്ന് വിശാലമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളത്, കൂട്ടുകുടുംബമായിരുന്നു. ഇന്ന് കൂട്ടുകുടുംബമായി ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറി. നിങ്ങൾ പരിശോധിക്കുക, 1 സെന്റ് സ്ഥലത്താണ് ഈ പ്രദേശത്തുള്ളവർ വീട് പണിയുന്നത്. അവർക്ക് ഭൂമിക്കടിയിൽ ടാങ്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അവർ ടാങ്ക് വെക്കുന്നത് വീടിന്റെ മുകളിലാണ്. വാർത്തില്ലെങ്കിൽ സ്റ്റെയർ കേസിന്റെ റൂമിന്റെ മുകളിൽ വാർത്ത സ്ഥലം ഉണ്ടാവും. അവിടെ ടാങ്ക് വെച്ചുകൊണ്ട് വെള്ളം ശേഖരിക്കുന്നു. പ്രതിഷേധ യോഗത്തിൽ മുഹമ്മദ് അലി തുരുത്തി അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ മജീദ് സ്വാഗതം ആശംസിച്ചു. പൊതുപ്രവർത്തകരായ PK ഷിഫാസ്, സാബു അലി, മുഹമ്മദ് അബ്ബാസ്, VS സുധീർ ഹംസക്കോയ, സീനത്ത് റഷീദ്, സുമയ്യ, VH ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റിക് മാലിന്യങ്ങളടക്കം ബാക്ടീരിയകളുടെ നിറസാന്നിധ്യമാണ് 100 മില്ലി വെള്ളത്തിൽ പരിശോധനയിൽ കാണുന്നത്. ഈ ജനത അത് കുടിച്ച് നിരന്തരം രോഗികളായി മാറിയിരിക്കുകയാണ്. കൂടാതെ നിരവധി പേര് ഈ ഫോർട്ട് കൊച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ പിടിച്ച് ചികിത്സ തേടിയതായിട്ടുള്ള രേഖകൾ ഈ ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് വെള്ളം ചില സ്ഥലങ്ങളിൽ കിട്ടുകയും ചില സ്ഥലങ്ങളിൽ തീരെ കിട്ടാതെ ഉറക്കമിഴിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പോലും ഉറക്കമിഴിച്ചുകൊണ്ട് തുടർന്ന് സബ് കളക്ടർ സമരസമിതിയുടെ പ്രതിനിധികളുമായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തി. 2ാം ഡിവിഷൻ പ്രദേശത്ത് കൂടുതൽ സമയം വെള്ളം പമ്പ് ചെയ്യാമെന്നും റേ ഫ്ളാറ്റിലേക്ക് നിർമ്മിക്കുന്ന പൈപ്പ് ലൈൻ ഡിവിഷന്റെ പ്രശ്നബാധിത പ്രദേശത്തേക്ക് കണക്ട് ചെയ്യാമെന്നും മലിനജലമുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട RDOയോടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് തോടുകളും കാണകളുമല്ല. തോടുകളുടെ കാണകളുടെ പരിസരത്തുള്ള CSML നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പുനഃപരിശോധിക്കണം. കുഴികളെല്ലാം മൂടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായ ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിന്റെ മുമ്പിൽ 13 ദിവസം കുടിവെള്ളം പൊട്ടിക്കിടന്നു. അതിന്റെ പ്രധാന ഉത്തരവാദികൾ ആരായിരുന്നു? CSML ആയിരുന്നു. വാട്ടർ അതോറിറ്റി ഏയിനോട് സംസാരിച്ചപ്പോൾ പറയുന്നത്, എവിടെ കുഴി കുത്തുമ്പോഴും അത് കോർപ്പറേഷൻ ആയാലും ആരായാലും അത് വാട്ടർ അതോറിറ്റിയോട് മുന്നറിയിപ്പ് നൽകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു മുന്നറിയിപ്പ് നൽകുന്നില്ല. നമുക്കറിയാമോ, ഈ ആരോഗ്യ വകുപ്പ് ഈ വെള്ളം എടുത്ത് ടെസ്റ്റിന് അയച്ചപ്പോൾ ഈ കോളിൻ ബാക്ടീരിയയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.